അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കാറുള്ള ദുആയാണ്. എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരിസു വമിൻ സൗജത്തിൻ തുശയ്യിബുനി ഖബ്ലൽ മശീബ് വമിൻ വലദിൻ യകൂനു അലയ്യ റബ്ബ വമിൻ മാലി യകൂനു അലയ്യ അദാബ വമിൻ ഖലീലിൻ മാകിരിൻ ഐനാഹു തറാനി വഖൽബുഹു തർആനി ഇൻ റഅ ഹസനതൻ ദഫനഹ വഇൻ റഅ സയ്യിഅതൻ അദാഅഹ എന്നാണ്. വളരെ അർത്ഥഗർഭമായ ദുആയാണ്. എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരിസു, അല്ലാഹുവേ ഒരു ചീത്ത അയൽവാസി എനിക്കുണ്ടാകുന്നതിൽ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. മോശക്കാരനായ ചീത്തയായ അയൽവാസിയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ്. അയൽവാസി മോശക്കാരനായാൽ എങ്ങനെ ഇരിക്കും? നടന്മാർ പറയും ഈ പഴങ്കബറിൽ മറമാടിയാതിരിക്കുന്നു. പഴങ്കബറിൽ മറമാടിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകുക അവസ്ഥ? പിന്നെ ഈ നാടന്മാരോട് തന്നെ ചോദിക്കണത് എല്ലൂത്തും മറ്റു കാര്യങ്ങളൊക്കെ ഒരു സമാധാനം ഉണ്ടാവില്ല അയൽവാസി മോശക്കാരനായ. അതിൽ നിന്ന് അള്ളാഹുവെ അഭയം തേടുന്നു എന്നുള്ളത്. പിന്നെ വമിൻ സൗജത്തിൻ തുശയ്യിബുനി ഖബ്ലൽ മശീബ് എന്നാണ്. എനിക്ക് നിര ബാധിക്കുന്നതിന് മുമ്പ് എനിക്ക് നിര ഏൽപ്പിക്കുന്ന ഒരു ഇണയിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടണം. നിര ബാധിക്കുന്നതിന് മുമ്പ് നിര ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താ? ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പ്രശ്ന കലുഷിതമാക്കുക, എന്നിട്ട് ടെൻഷനിൽ ആളുകൾ നിര ഏൽക്കുക. നിര ബാധിക്കാനായിട്ട് ഒരു ഏജ് ഉണ്ടാവും അല്ലേ? അതിനു മുമ്പ് നിര വരിക എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള ഒരു ഇണയിൽ നിന്ന് അഭയം തേടുന്നു എന്നുള്ളതാണ്. വമിൻ വലദി യകൂനു അലയ്യ റബ്ബ, എനിക്ക് റബ്ബായിട്ട് വർത്തിക്കുന്ന ഒരു സന്തതിയിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നതാണ്. ഒരു വാപ്പാക്ക് റബ്ബാകുക എന്ന് പറഞ്ഞാൽ റബ്ബ് പറഞ്ഞാൽ അവിടെ സയ്യിദ് എന്നർത്ഥം, യജമാനാകുക. വാപ്പാനെ ഭരിക്കണ മകൻ, അതാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. വാപ്പാനെ ഭരിക്കണ മകൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ മക്കളുണ്ടാകുന്നതിന് തൊട്ട് അഭയം തേടാണ്. പിന്നെ വമിൻ മാലിൻ യകൂനു അലയ്യ അദാബ, എനിക്ക് അദാബായി മാറുന്ന സ്വത്തിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. സ്വത്തെപ്പോഴാണ് അദാബാകുക? സ്വത്ത് അദാബായി മാറില്ലപ്പോഴാണ്? സ്വത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ പരീക്ഷണമാണ് എന്ന് അതിനെ മനസ്സിലാക്കാത്തടത്തോളം കാലമാണ്. സ്വത്ത് കയ്യിലാകണം, കൽബിലാകരുത്. സ്വത്ത് കൽബിലായാൽ അദാബായി, സ്വത്ത് കയ്യിലായാൽ അത് അദാബാകൂല. ഇസ്രായേലിനെ കുറിച്ച് പറയില്ല, 3 ആളുകൾക്ക് സ്വത്ത് കൊടുത്ത കഥ. ഒരു കഷണ്ടിക്കാരൻ, ഒരു പാണ്ഡു രോഗി, പിന്നെ ഒരു ബ്ലൈൻഡ്. ഒരാൾക്ക് ആടുകളെ കൊടുത്തു, ഒരാൾക്ക് മാടുകളെ കൊടുത്ത്, ഒരാൾക്ക് ഒട്ടകങ്ങളെ കൊടുത്ത് പരീക്ഷിക്കപ്പെട്ട്. ഈ സ്വത്ത് കിട്ടിയവർ പറഞ്ഞത് എന്താ? ബ്ലൈൻഡ് ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് വാറസ്തുഹു കാബിറൻ അൻ കാബിരി എന്നാണ്. കാരണവന്മാരായിട്ട് കൈമാറ്റം കിട്ടിയ സ്വത്താണ് എന്നാണ്. അള്ള തന്നതെന്ന് പറഞ്ഞില്ല. ഒന്നുമില്ലാത്ത ആളായിരുന്നു, ഞാൻ പഠിച്ചവൻ തന്നാണ് എന്ന് പറഞ്ഞില്ല. പിന്നെ അതിൽ നിന്ന് വല്ലതും ചോദിച്ചവനോട് പറഞ്ഞത് ബാധ്യതകൾ എനിക്ക് തന്നെ കൂടുതലുണ്ട്, ഇതിൽ നിന്ന് തന്നിട്ടുണ്ടെങ്കിൽ വലിയ നഷ്ടമാവുമെന്നാണ്. മനസ്സിലായോ? അതാണ് സ്വത്ത് അദാബായി മാറാന്ന് പറഞ്ഞാൽ. കാരണം അള്ളാഹു അവരെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റി എന്നാണ്, നിർധനരാക്കി ആ രോഗങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വന്ന പരീക്ഷണങ്ങൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതാണ് സ്വത്ത് അദാബാകൽ. സ്വത്ത് അനുഗ്രഹമാകണം. ഈ നമ്മൾ ഈ മക്കയുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ സുബൈദ കനാൽ എന്താ, പണ്ട് മക്കയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ഹജ്ജിൻ്റെയൊക്കെ മഷ്അറുകളിൽ, അറഫയിൽ, മുസ്ദലിഫയിൽ, മിനയിലൊക്കെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന കാലഘട്ടം. അന്ന് ഹാറൂൺ റഷീദിൻ്റെ ഭാര്യ സുബൈദ എന്ന് പറയുന്ന മഹദി, അവർ ഖുറൈശിയത്താണ്, അറബി സ്ത്രീയാണ്. അവർ ഹജ്ജിന് വന്ന സന്ദർഭത്തിൽ ആളുകൾ വെള്ളമില്ലാതെ ഹാജിമാർ വലയുന്നത് കണ്ടപ്പോൾ അവർ ഒരു ജലസ്രോതസ് ഈ മഷ്അറുകളിൽ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച്, ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച ചരിത്രമുണ്ട്. 5000 ചില്ലാനം കിലോ സ്വർണ്ണമാണ് അവർ അതിനു വേണ്ടി ചെലവഴിച്ചത് എന്ന്. തായിഫിൽ നിന്ന് ഒരു കനാൽ, അത് ഹജ്ജിൻ്റെ മക്കയിലേക്ക് അറഫയിൽ, മുസ്ദലിഫയിൽ, മിനയിലൊക്കെ ഇന്നും അതിൻ്റെ
ചരിത്രാവശിഷ്ടങ്ങൾ നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ കാണും. മക്കയിലും ഈ മഷാറുകൾ മിനയിൽ കാണാം, മുസ്ദലിഫയിൽ കാണാം, അറഫയിൽ കാണാം ആ കനാലിൻ്റെ ഭാഗങ്ങൾ. അന്ന് മഹദി പറഞ്ഞത് എന്താണെന്നറിയോ? സുബൈദ പറഞ്ഞത്, ഒരു ആമർ കൊണ്ടൊരു മേട്ടം നേടാൻ 1 ദീനാർ ചെലവഴിക്കേണ്ടി വന്നാൽ ചെലവഴിച്ചോ, ഒരു പ്രശ്നമല്ല എന്നാണ്. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണം നാണയാണ്. അങ്ങനെ 5000 ചില്ലാനം കിലോ സ്വർണം ചെലവഴിച്ചാണ് എന്ത് ചെയ്തത്? അവരുടെ ആ ചെലവിൽ ഈ കനാൽ സുബൈദ കനാൽ അന്നുണ്ടാക്കിയത്. അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഈ മഹദിയെ പിന്നെ പണിക്കാർ എഞ്ചിനീയർമാരും മറ്റൊക്കെ കാണാൻ വരുന്നുണ്ട്. എന്തിനതിൻ്റെ കണക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലല്ലേ? അന്ന് അവർ ദജ്ല ടൈഗ്രീസ് നദിയുടെ തീരത്തൊരു കൊട്ടാരത്തിലാണ്, അവിടെ ഇറാഖിൽ. അവിടേക്കാണ് ഈ ഇതിൻ്റെ കനാലിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് എല്ലാവരും കൂടി ചെല്ലണത് എന്ന് കണക്ക് ബോധിപ്പിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? ഹിസാബ് ഞാൻ യൗമുൽ ഹിസാബിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ്. പരലോകത്തേക്ക് ഹിസാബിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമല്ല. ഞാൻ തന്ന കാശിൽ വല്ലവരുടെ കയ്യിലും ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അത് അവർക്കുള്ളതാണ്. ഇനി ആർക്കെങ്കിലും ഞാൻ തരാനുണ്ടെങ്കിൽ അത് മാത്രം എന്നോട് ചോദിച്ചാൽ മതി എന്നാണ്. അങ്ങനെ അവർ അവരുടെ സ്വത്ത് ചെലവഴിച്ചിട്ടാണെന്ന സുബൈദ എന്ന് പറയുന്ന ആ കനാൽ മക്കയിൽ ഹറമിൽ ഹജ്ജിൻ്റെ മഷറുകളിൽ ആളുകൾക്ക് വെള്ളത്തിന് വേണ്ടി അവർ ആ കനാൽ ഉണ്ടാക്കിയതാണ്. അതാണ് സ്വത്ത് അനുഗ്രഹീതമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണം. അതില്ലെങ്കിൽ സ്വത്ത് ആദാബാകും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നത് വമിൻ മാലി യകൂനു അലയ്യ അദാബ എന്നാണ്. വമിൻ ഖലീലിൻ മാകിരിൻ ഐനുഹു തറാനി വഖൽബുഹു തർആനി. ഈ കുതന്ത്രത്തിൻ്റെ കൂട്ടുകാരൻ, കുതന്ത്രം മനസ്സിൽ പേറുന്ന കൂട്ടുകാരിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു. എന്താ ഈ ഖലീലും മാക്കിറിൻ്റെ പ്രത്യേകത? ഐനുഹു തറാനി, മൂപ്പരെ കണ്ണിനെ നോക്കുന്നുണ്ട്. വഖൽബുഹു തർആനി, മൂപ്പരുടെ കൽബെന്നെ പേടിപ്പിക്കുന്നുണ്ട് എന്നാണ്. കണ്ണ് നോക്കുകയും കൽബ് പേടിപ്പിക്കുകയും ചെയ്യുന്ന കുതന്ത്രമുള്ള കൂട്ടുകാരനിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്നാണ്. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇൻ റഅ ഹസനതൻ ദഫഅഹ, വല്ല നന്മയും കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അത് തമസ്കരിക്കും, കുഴിച്ചു മൂടും. വ ഇൻ റഅ സയ്യിഅതൻ അദാഅഹ എന്നാണ്. തിന്മ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കും ചെയ്യും. അപ്പം നന്മ വല്ലതും എനിക്കുണ്ടെങ്കിൽ അത് കുഴിച്ചു മൂടുന്ന, തിന്മ ഉണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കുന്ന കൂട്ടുകാരൻ, അത്തരക്കാരിൽ നിന്ന് അഭയം തേടുന്നു എന്നാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ അല്ലേ നിര വരുന്നതിന് മുമ്പ് നിരപ്പിക്കുന്ന ഇണയിൽ നിന്ന് അഭയം തേടുകയാണ്. കാരണം എന്താ? ഗ്രഹാന്തരീക്ഷം കലാപകലുഷിതാകരുത് എന്നുള്ളതാണല്ലോ അവിടെ ഉദ്ദേശം. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സംസാരം ഭയങ്കര ജോളിയായിട്ടാണ്. കാരണം അത്രമേൽ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പല വിഷയങ്ങളിലും ഓരോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. ഇന്ന ഹാദിഹി തദ്കിറ فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.